ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കൊല്ലം വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ നീക്കാമെന്ന് ഹൈക്കോടതി. സർക്കാരിന്റെ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ വാക്കാലുള്ള പരാമർശം. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കില്ല എന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്ന വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ഏതായാലും അന്ന് വളരെ വിവാദമായതാണ് വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ. ഇപ്പോഴേതായാലും ഹൈക്കോടതി ആ പരാമർശങ്ങൾ റദ്ദാക്കുമെന്ന് വാക്കാൽ പറഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് ഹൈക്കോടതി പറഞ്ഞ വിശദാംശങ്ങൾ? അതായത് അന്ന് വലിയ രാഷ്ട്രീയ വിവാദമായ ഒരു സംഭവമാണിത്. കാരണം സർക്കാർ SIT ഉപയോഗിച്ച് തന്ത്രിയെ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കം BJPയും UDFും വലിയ ആരോപണം ഉന്നയിച്ചു. കൊല്ലം വിജിലൻസ് കോടതി നടത്തിയ പരാമർശങ്ങൾ തന്ത്രിക്ക് അനുകൂലമായിരുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ സർക്കാർ തന്ത്രിയെ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന വലിയ വിവാദം ഉയർന്നു വന്ന കേസിലാണ് സർക്കാർ സ്വാഭാവികമായും ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ആ പരാമർശങ്ങൾ നീക്കണം എന്നുള്ളതാണ്. അതായത് തന്ത്രിയെ കൊടുക്കാൻ ശ്രമിക്കുകയാണ് എന്ന് വ്യാഖ്യാനിക്കാവുന്ന ചില പരാമർശങ്ങളാണ് അന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നുണ്ടായത്. തന്ത്രിക്ക് അന്ന് കോടതി ജാമ്യം നൽകുകയും ചെയ്തു. ആ പരാമർശങ്ങൾ നീക്കണമെന്നതായിരുന്നു ഒന്നാമത്തെ പ്രയർ. അത് പരിഗണിക്കാം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കൊല്ലം വിജിലൻസ് കോടതിയുടെ ഇതുമായി ബന്ധപ്പെട്ട SITക്കും സർക്കാരിനുമെതിരെ എന്ന് വ്യാഖ്യാനിക്കാവുന്ന പരാമർശങ്ങൾ നടത്തിയിരുന്നു. ആ പരാമർശങ്ങൾ നീക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കോടതി ഒരു കാര്യം വ്യക്തമാക്കി, തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കില്ല എന്നും വാക്കാൽ കോടതി പരാമർശിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം ഈ കേസ് വീണ്ടും പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. അതിൽ ഒരുപക്ഷെ ഓർഡർ പറഞ്ഞേക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് അന്ന് ഉയർന്ന രാഷ്ട്രീയ വിവാദത്തിന് ഒരു ഉത്തരമാകുന്നു എന്നുള്ളത് തന്നെയാണ്. സർക്കാർ പ്രധാനമായും പറഞ്ഞത് തന്ത്രിയെ കൊടുക്കാൻ സർക്കാർ ശ്രമിച്ചു എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അത് നീക്കണം, ഉത്തരവിൽ നിന്ന് അത് നീക്കണം എന്ന ആവശ്യം കോടതി അനുഭാവപൂർവ്വം പരിഗണിക്കും എന്നാണ് ഇപ്പോൾ കോടതി വാക്കാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിലൊരു തീർപ്പ് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ കേസ് പരിഗണിക്കുമ്പോൾ ഉണ്ടാകും എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സാലി ഒരിക്കൽ സാലി പറഞ്ഞ പോലെ തന്നെ അന്നൊരു വലിയ വിവാദം, രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാൻ ഈ വിജിലൻസ് കോടതിയുടെ പരാമർശത്തിന് പിന്നാലെയാണ് അന്നത്തെ പ്രതിപക്ഷം അടക്കം മാധ്യമങ്ങളടക്കം വലിയ തരത്തിൽ അന്നത്തെ LDF സർക്കാരിനെതിരെ വലിയ വാദങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ അതിന് യഥാർത്ഥ വസ്തു എന്ന് പറഞ്ഞാൽ അന്ന് SIT, ഹൈക്കോടതി നിയോഗിച്ച SIT, ആ SIT ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടത്തിയത്. സർക്കാരിന് യാതൊരു പങ്കുമില്ല. അങ്ങനെ ആ SIT ആണ് കണ്ടെത്തുന്നത് ഇതിലെ പ്രധാന പങ്കാളി ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് തന്ത്രിക്ക് പ്രധാന പങ്കുണ്ട് എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുക എങ്ങനെ വിജിലൻസ് കോടതിക്ക് ഇത് പറയാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചോദ്യം അന്ന് തന്നെ പ്രസക്തമായി നിൽക്കുകയും ചെയ്തിരുന്നു. അതായത് അന്ന് കൊല്ലം വിജിലൻസ് കോടതി ഈ ജാമ്യം നൽകിക്കൊണ്ട് പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളിലൊന്ന്, ഈ തന്ത്രിക്ക് ഈ ശബരിമലയിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കല്ല, ആത്മീയ നടപടികൾക്ക് മാത്രമാണ്, ആത്മീയ കാര്യങ്ങൾക്ക് മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ കഴിയൂ. മറ്റേതെങ്കിലും തരത്തിൽ മറ്റ് ഇടപെടലുകളിൽ തന്ത്രിയെ ഉൾപ്പെടുത്തുന്നത് ശരിയല്ല എന്ന പരാമർശമാണ് നടത്തിയത്. അത് വ്യാഖ്യാനിക്കപ്പെട്ടത് തന്ത്രിയെ കൊടുക്കാൻ SITയും സർക്കാർ ശ്രമിച്ചു എന്ന തരത്തിലാണ്. അത് വലിയ രാഷ്ട്രീയ വിവാദമായി. സ്വാഭാവികമായും സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിൽ ഒരു വ്യാഖ്യാനമായി അത് മാറുകയും ചെയ്തു. വിശേഷം വിജിലൻസ് കോടതി പരാമർശമായതുകൊണ്ട് തന്നെ UDFും BJPയും അത് ഉപയോഗിച്ചു തന്ത്രിയെ കൊടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നത് തന്നെയായിരുന്നു വ്യാഖ്യാനമായി വന്നത്. സർക്കാർ പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരല്ലാതെ അന്വേഷിക്കുന്നത്, ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിക്കുന്നത്. അവർ കണ്ടെത്തിയ വിവരങ്ങളാണ് അവർ കൊല്ലം വിജിലൻസ് കോടതിയെ അറിയിച്ചത്. അങ്ങനെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കടക്കി ഒടുവിൽ ജാമ്യാപേക്ഷ പരിഗണിച്ച് ഈ പരാമർശങ്ങളോട് ജാമ്യം നൽകുകയും ചെയ്തു. അപ്പോൾ സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു കേസല്ല, പക്ഷേ ഇത് രാഷ്ട്രീയ വിവാദമായി മാറി. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി അതിൽ വിശദമായി വാദം കേൾക്കുകയും കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവിന്റെ ഭാഗങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഇന്ന് കേസെടുത്തപ്പോൾ ആ വിവാദമായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ പരാമർശങ്ങൾ നീക്കാം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, മുൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നേട്ടമാണ്. കാരണം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ഉപയോഗിച്ച ആ പരാമർശങ്ങളാണ് ഉയർന്ന കോടതി നീക്കും എന്ന് ഇപ്പോൾ വാക്കാൽ ഉറപ്പ് നൽകിയിരിക്കുന്നത്. അത് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ കേസ് പരിഗണിക്കും എന്നാണ് പോസ്റ്റ് ചെയ്യുന്ന ഡേറ്റിൽ. അത് കേസ് പരിഗണിച്ച് അതിൽ തീർപ്പിലേക്ക് എത്താം എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. അത് മുൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണത്തിൽ അത് പരിഹാരമായിരിക്കുന്നു ഹൈക്കോടതിയിൽ നിന്ന് എന്നുള്ളതാണ്. ഒരു തരത്തിലും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ഒന്നും പറയാൻ അന്ന് വിജിലൻസ് കോടതിക്ക് കഴിയുമായിരുന്നില്ല. പക്ഷേ വിജിലൻസ് കോടതി ചില പരാമർശങ്ങൾ നിർഭാഗ്യവശാൽ നടത്തി. അത് ശരിയല്ല എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ വാദം. ആ വാദം ഇപ്പോൾ ഹൈക്കോടതിയും അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കോടതി നടപടിയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി അത് പരാമർശങ്ങൾ നീക്കിക്കൊണ്ട്, കൊല്ലം വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ നീക്കിക്കൊണ്ട് ഒരു ഉത്തരവ് ഹൈക്കോടതി ഭാഗത്തു നിന്ന് അടുത്ത ദിവസം കേസ് പരിഗണിക്കുമ്പോൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്.
ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ സംബന്ധിച്ച്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കൊല്ലം വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ നീക്കാമെന്ന് ഹൈക്കോടതി. സർക്കാരിന്റെ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ വാക്കാലുള്ള പരാമർശം. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി.